സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഇവര് പറഞ്ഞല്ലോ, ഈ ചോദിക്കുന്ന ആളുടെ വിശ്വാസം അനുസരിച്ചാണ്. ഒരു വ്യക്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ചെന്നിട്ട് പറയുന്നു, നബിയെ, ജനങ്ങൾ മഴയില്ലാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടുത്തെ സമുദായത്തിന് വേണ്ടി നിങ്ങൾ മഴയെ തേടണം എന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് നബിയെ എന്ന് വിളിച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ കേൾക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഇങ്ങനെ സംഭവിച്ചു. ഈ സംഭവം സ്വഹീഹായ പരമ്പരയിലൂടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സുലഭമായി നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, ഇവർ ഇമാമിങ്ങളൊക്കെ അവരുടെ കിതാബുകളിൽ ശിർക്ക് പ്രചരിപ്പിക്കുകയാണോ? ഈ ചോദിച്ച വ്യക്തി മുശ്രിക്കാണോ? ചോദിച്ച വ്യക്തി മുസ്ലിക്കാണോ മുസ്ലിമാണോ നമുക്ക് ആർക്കും പിടുത്തില്ല. ആരാനും പിടുത്തില്ല. വരുമ്പോ തന്നെ അയാൾ മുസ്ലിം ആയിട്ടാണോ വന്നത്, കാഫിറായിട്ടാണോ വന്നത് ഒന്നും ആർക്കും നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇമാമികളാരും അങ്ങോട്ട് ഇസ്തിഹാസ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇമാമികളെ പേരിലേക്ക് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ സുലഭമായി ധാരാളം ഇമാമികളോട്ട് പറഞ്ഞിട്ടില്ല. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലാണ് ഒന്നുള്ളത്. അതേപോലെ ബൈഹഖിയാണ് മറ്റൊന്ന് ഉദ്ധരിച്ചത്. അതിനപ്പുറത്തങ്ങനെ ധാരാളം ഇമാമികൾ ഉദ്ധരിച്ചിരുന്നില്ല. പിന്നെ അതിൽ നിന്നും എടുത്തു ഉദ്ധരിച്ച പോന്നാണ് പിന്നുള്ളതൊക്കെ. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ നിന്നും ബൈഹഖിയുടെ കിതാബിൽ നിന്നും പിന്നീട് അത് ഉദ്ധരിച്ചു പോന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് സുലഭമായി ധാരാളം ആൾ ഉദ്ധരിച്ചതല്ല. രണ്ട് ചെയ്ത വ്യക്തി അദ്ദേഹം ഒരു മാതൃകായോഗ്യനായ ആളാണ് എന്നോ, അയാൾ ഒരു സ്വഹാബിയാണ് എന്നോ, അദ്ദേഹം അങ്ങനത്തെ ഒരു ഇമാമാണ് എന്നോ ആർക്കും അഭിപ്രായമില്ല. ആരും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്കും തെളിയിക്കാൻ കഴിയില്ല. മൂന്നാമത്, നിങ്ങൾക്കുള്ള വിശ്വാസം ആ ചോദിച്ച ആൾക്കുണ്ടെന്ന് എവിടെയിട്ട് കിട്ടില്ല. നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളെ ഈ ചോദ്യം അടക്കം അള്ളാഹു റസൂൽ ഇപ്പൊ കേൾക്കേണ്ടതല്ലേ? നിങ്ങൾ ഈ ചോദ്യം വരെ റസൂൽ ഇപ്പൊ കേൾക്കുന്നുണ്ട്, റസൂൽ അറിയുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസം ആ ചോദിച്ച ആൾക്കുണ്ട് നിങ്ങൾക്ക് എവിടെ കിട്ടി? അതെവിടെയില്ല, അതെവിടെയില്ല. അതുകൊണ്ട് ഒരാളെ വന്നു, അയാളെങ്ങനെ പറഞ്ഞു എന്നേ അതിലുള്ളൂ. എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഒരാൾ ഖബറിൽ വന്നു, അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നേ അതിലുള്ളൂ. ഖബറിൽ വന്ന ആൾ ആരാണ് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇത് ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കും. ബിലാൽ ഇബ്നു ഹാരിസ് എന്ന സ്വഹാബിയാണ് ഖബറിൽ വന്നത്. അങ്ങനെ ഒറ്റ കിതാബിലില്ല. ബിലാൽ ഇബ്നു ഹാരിസ് മുസ്ലിം എന്ന സ്വഹാബിയാണ് ഖബറിൽ വന്നത് എന്ന് ലോകത്ത് ഇന്നലെ ഞങ്ങൾ ആരും നോക്കിയ കിതാബിൽ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടെങ്കിൽ പറയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരാൾ ഖബറിൽ നിന്ന് ചെയ്തു, പിന്നെ സനദ് സ്വഹീഹാണ്. സനദ് സ്വഹീഹായതുകൊണ്ട് ഒരു കാര്യം സ്വഹീഹാകണം എന്നില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണം പോലെ ഇപ്പൊ കാന്തപുരം മുസ്ലിയാർ ഒരു മുടിയുമായി വന്നു എന്നത് സ്വഹീഹായ കാര്യം. ഒരു വന്നു എന്നുള്ള കാര്യം സ്വഹീഹാണ്. സനദ് സ്വഹീഹ മുതവാത്തിറാണ്. മുതവാത്തിറ കേരളത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും അല്ല ഒരു മുടി കൊടുത്തു, അതുകൊണ്ട് കുറഞ്ഞ മുടി ശരിയാവും. ഇതാണ് സനദും മത്തിനും. മുമ്പ് കൊണ്ടുവന്നു എന്ന കാര്യം സ്വഹീഹാണ്. അതുകൊണ്ട് കൊണ്ടുവന്ന സാധനം സ്വഹീഹാണോ? ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇസ്നാദുഹു സ്വഹീഹുൻ എന്ന് കാണും, ബി ഇസ്നാദിൻ സ്വഹീഹിൻ എന്ന് കാണും. അതിനപ്പുറത്ത് ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്നോ, ഹാദിഹി റിവായത്തുൻ സ്വഹീഹ എന്നോ, ഹാദിഹി ഖിസ്സത്തുൻ സ്വഹീഹ എന്നോ, ഹാദിഹി ഖിസ്സത്തുൻ മുക്തദ എന്നോ ആ നിലക്കുള്ള ഇത് മാതൃകയാക്കിയ സംഭവമാണ്, സ്ഥിരപ്പെട്ട സംഭവമാണ്, സ്വഹീഹായ സംഭവമാണ്, ഇത് ഉത്തമ മാതൃകയാണ് എന്നൊന്നും ലോകത്തിൽ അവൻ രേഖപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് പരമ്പര സ്വഹീഹാകുന്നു. ഒരാൾ ഖബറിൽ വന്ന് അങ്ങനെ ചെയ്തു എന്നുള്ളത് സ്വഹീഹായ വഴി കിട്ടി. അതുകൊണ്ട് ആ ചെയ്ത കാര്യം ശരിയാണെന്നുണ്ടോ? സ്വഹീഹ് ബുഖാരി ഉണ്ട്, അല്ലാഹു റസൂലിന്റെ പള്ളി വന്ന് ഒരാൾ മൂത്രമൊഴിച്ചു, ആ ബുഖാരി ഉണ്ടോ, ഞാൻ പള്ളി പോയി മൂത്രമൊഴിക്കാം എന്ന് പറയാൻ പറ്റുമോ? സനദ് സ്വഹീഹാണ്. ചെയ്ത പണിയോ ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. ചെയ്ത പണി ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വന്ന് ചെയ്തു എന്നതുകൊണ്ട് ദീനിൽ ഒരു കാര്യം തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. എല്ലാത്തിനും ഉപരി നിങ്ങൾ വിശ്വസിക്കുന്ന ലോകത്തെവിടുന്ന് വിളിച്ചാലും ഭാഷകൾക്കതീതമായി, ദേശങ്ങൾക്കതീതമായി, ആവശ്യങ്ങൾക്കതീതമായി എല്ലാം അറിയാനും കേൾക്കാനും ഒക്കെ അല്ലാഹു റസൂലിന് കഴിയുമെന്ന ധാരണ ആ വന്ന ആൾക്കുണ്ട് എന്ന് എവിടുന്ന് കിട്ടി? വന്ന ആളാരെന്ന് ഞാൻ കിട്ടിയിട്ടില്ല. പിന്നെ അത് ഇത്ര ധാരണ. അതുകൊണ്ടാണ് മുസ്ലിയാരെ രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞു വെച്ചത് വന്ന ആളെ വിശ്വാസം നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. വന്ന ആളെ വിശ്വാസം നിങ്ങൾക്കാണ് പോകണമെങ്കിൽ പൊയ്ക്കോളന്നില്ല, എപ്പൊ തന്നെ ശരിക്കലാണ്. ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല. അതല്ല, അവിടെ ആര് വന്നു അറിയില്ല, എവിടെ വന്നു അറിയില്ല, ആരാണ് എന്നറിയില്ല. ഒരാൾ വന്ന് ഖബറിൽ നിങ്ങളെ പറഞ്ഞു അയാൾ പറഞ്ഞോട്ട് നിൽക്കാനല്ലാതെ അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രമാണമൊന്നുമില്ല എന്നാണ് സൂചിപ്പിക്കാൻ. എന്താ മൂപ്പര് പറയണത്? ഈ വന്നാളെ അറിയില്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ പറയാം. ഈ വന്നാളെ വളരെ വ്യക്തമായി പറയും, അറിയും. അത് മൂപ്പര് മുൻകൂട്ടി തന്നെ പറയാം. അത് വായിക്കാതിരിക്കാൻ. അത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണ്. എന്താ സംശയം അതില്? എന്താ സംശയം? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഈ വരുന്ന വ്യക്തി നമുക്കറിയാതെ ഈ സംഭവം ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നു. എങ്ങനെയാണ് ഈ സംഭവം? അത് നോക്കണം. മൂപ്പര് പറയാ ആരെ വന്നു റസൂൽ ഞങ്ങൾ കാണുന്നുള്ള വിശ്വാസം. എന്താ ഈ പറയണേ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്. ആരെ വിളിക്കണേ?
ഇതെന്താ കേൾക്കാതെ വെറുതെ പൊട്ടത്തിനെ കാട്ടുക അല്ല, വളരെ വ്യക്തമായി അവിടെ ചെന്ന് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സമൂഹം വെള്ളമില്ലാതെ വിഷമിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തസ്ഖിലി ഉമ്മതിക, അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണം എന്ന് പറഞ്ഞു. ഇവർക്ക് സംശയം റജുലു വന്നു. എന്തെങ്ങൾക്ക് ഫത്ഹുൽ ബാരി പറഞ്ഞില്ലേ? ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി പറഞ്ഞു, വഖദ് റവാ സൈഫുൻ ഫിൽ ഫുതൂഹ് അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ. ഇനി മൂപ്പർ കൂടെ പറയാണ്ടോ? എന്ത് അത് പറയപ്പെട്ട മനാമ് വേറെയാണ്, അത് പറ്റില്ല. നോക്കുന്നത് അൽ മനാമൽ മദ്കൂറ, പറയപ്പെട്ട സ്വപ്നം അതേതാ? അത് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഈ സംഭവം വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറയപ്പെട്ട സ്വപ്നത്തിൽ വന്ന ആള് തന്നെ അത് ആരാണ്? അത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണ് എന്ന് വളരെ വ്യക്തമായി ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ടില്ല. ഈ സ്വഹാബി മുശ്രിക്കാണോ എന്നാണ് എന്റെ ചോദ്യം. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ സ്വഹാബി ഖബറിൽ പോയിട്ടൊന്നും വായിച്ചിട്ടില്ല. അതല്ലേ വായിക്കേണ്ടത്? നിങ്ങൾ ഫോൺ കൊണ്ട് ഇന്നാ പോലെ അതല്ലേ വായിക്കേണ്ടത്? എവിടെ അസ്കാനുമായി കളവറികൾ? അസ്കാനുമായി കളവറിയ ഇമാം അസ്കാനി പറഞ്ഞ എന്താ? റവാ സൈഫുൻ ഫിൽ ഫുതൂഹി അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ ഹുവ ബിലാൽ ഇബ്നു ഹാരിസ് ബിൻ മുസ്നി അഹദു സ്വഹാബ എന്നല്ലേയുള്ളൂ. എന്നെ പറഞ്ഞല്ലോ ഖബറിൽ പോയാൽ ബിലാൽ വായിക്കി. എന്താണ് വിചാരിച്ച? കേക്കി ഒച്ചല്ലായിക്കൊണ്ട് നമ്മൾ ദീന്റെ മനസ്സിലാ ഒച്ചട്ടുണ്ട് ഇറങ്ങാൻ കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിക്കുന്ന സാധനമില്ല. അപ്പൊ വെറുതെ ഒച്ച വിട്ടു. ഈ മനുഷ്യന്മാരൊക്കെ ഒച്ചമ മാത്രം പെടുന്ന കാലം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒച്ച ഉണ്ടെങ്കിൽ ശാന്തമായി ഞാൻ എത്ര ശാന്തമായിട്ടാ പറഞ്ഞത്? നിങ്ങൾ വായിക്കുന്ന കിതാബ് ഇല്ല, നിങ്ങൾക്ക് ഉറപ്പാ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് നീ പൈസ മൂല്യം അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറയും ഇല്ലാത്ത നിങ്ങൾ വായിച്ചാൽ ഇല്ലാന്ന് പറയും. ഞാൻ പറയട്ടെ, ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ നിന്നോ ഇനി വേണ്ട അദ്ദേഹം ഉദ്ധരിച്ച സൈഫിന്റെ കിതാബിൽ നിന്നോ, റവാ സൈഫുൻ ഫിൽ ഫുതൂഹി എന്നാണല്ലോ സൈഫ് ഇബ്നു ഉമർ അൽ-ലബ്ബിയുടെ അൽ ഫുതൂഹു വൽ റിദ്ദ എന്ന കിതാബ്, ആ കിതാബിൽ നിന്നോ ഇനി അതിൽ നിന്ന് ഉദ്ധരിച്ച ബൈഹഖിയുടെ ഗ്രന്ഥത്തിൽ നിന്നോ അതിൽ നിന്ന് ഉദ്ധരിച്ച ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ നിന്നോ അതേപോലെ അടിസ്ഥാന ഗ്രന്ഥമായ ഇബ്നു അബീ ഷൈബയുടെ മുസന്നഫിൽ നിന്നോ ഈ അഞ്ചോർത്താണുള്ളത് വേറെ എവിടെയല്ലോ. ആകെ സാധനങ്ങൾ കിട്ടുക അവിടെയാണ്. ഒന്ന് ഫത്ഹുൽ ബാരി കിട്ടും, 2 ബിദായ വൻ നിഹായയിൽ കിട്ടും, 3 മുസന്നഫ് ഇബ്നു അബീ ഷൈബി കിട്ടും, 4 ഇമാം ബൈഹഖിന്റെ ദലായിലുൽ മുബീനിൽ കിട്ടും, അതേപോലെ 5ാമത് സൈഫിന്റെ അൽ ഫുതൂഹു വൽ റിദ്ദ കിതാബിൽ കിട്ടും. ഈ 5 കിതാബിൽ ആ സാധനം കിട്ടും. ആ 5 കിതാബിൽ എവിടെയാണ് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി ഖബറിൽ പോയി എന്നുള്ളത് വായിക്കണം. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ പോയി ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതാണ് ഹഖ്. എനിക്ക് ആർക്കും സംശയമില്ല. അതുകൊണ്ട് സ്വഹാബി മുസ്ലിക്കാ ചോദിക്കുന്ന മുമ്പ് നിങ്ങൾ ആരും മുഅ്മിനാ നോക്കി മുതലേ, അല്ലെ സ്വഹാബിനെ മുസ്ലിക്കാക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ സ്വഹാബിയും നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇസ്തിഖാസം ചെയ്തിട്ടില്ല, നിങ്ങൾ തവസ്സം ചെയ്തിട്ടില്ല, ഇസ്തിസ്ഖാവും ചെയ്തിട്ടില്ല. സ്വഹാബിയുടെ പേരിൽ കളവ് പറയാ, കിതാബിന്റെ പേരിൽ കളവ് പറയാ, അതൊന്നുമില്ല. മാത്രമല്ല ബാബെന്താ? ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിലാണോ അതിന് വ്യാഖ്യാനിച്ചാതെ വന്നത്? അവിടെ ബാബെന്താ? ബാബു സുആലിൻ നാസി അൽ ഇമാമ അൽ ഇസ്തിസ്ഖാ ഇലാ തഹതു എന്ന അധ്യായത്തിലല്ലേ അവിടെ ഉള്ളത്? അവിടെ കൊടുത്തത് അവിടെ ബുഖാരി പഴയ പതിപ്പാട് 2-ാം, ഫത്ഹുൽ ബാരി പഴയ പതിപ്പാട് 2-ാം പാഠ്യം, പുതിയ പതിപ്പാട് 3-ാം പാഠ്യം അതിലുള്ളത്. അതുകൊണ്ട് മുസ്ലിയാർ തട്ടിപ്പുറത്തിക്കാടി നിങ്ങൾ വായിക്കുന്നു. അവിടെ കളവ് പറഞ്ഞു, ഞാൻ തീർത്ത് കളവ് പറഞ്ഞു. ബിലാൽ ഇബ്നു ഹാരിസ് എന്ന മുസ്നി എന്ന സ്വഹാബിയുടെ പേരിൽ നിങ്ങൾ ശുദ്ധമായ കളവ് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ലോകത്തെ ഒരൊറ്റ കിതാബിൽ നിന്ന്, എല്ലാ കിതാബും ഞാൻ കണ്ടിട്ടും വായിച്ചിട്ടൊന്നുമില്ല, ഞാൻ അത്ര വലിയ ആലിമുമല്ല, പക്ഷെ ഇങ്ങനത്തെ എന്താണ് നമുക്കറിയാം. അതുകൊണ്ട് ലോകത്തുള്ള ഒരൊറ്റ കിതാബിൽ നിന്ന് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ പോയി ഇസ്തസ്ഖി ഉമ്മതിക എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് വായിക്കാൻ സാധ്യമേ അല്ല. ഞാൻ തീർത്തു പറയുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ വായിക്കും. എന്താ പറയണേ? ഞാൻ കളവ് പറഞ്ഞു. ഇതാ നോക്കി. പിന്നെ മൂപ്പര് പറഞ്ഞ 5 കിതാബിലാണ്. ഒന്നല്ല, ഇനി അൽ ബിദായത്ത് വൻ നിഹായയിലുണ്ട്, 6-മത്തൊന്നും കൂടി. അതങ്ങനെ ഒരുപാട് ഇരിക്കട്ടെ. എന്റെ ചോദ്യമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കളവ് പറഞ്ഞതാണ്. എന്താ ഫത്ഹുൽ ബാരിയിലുള്ളത്? നിങ്ങൾ തട്ടിപ്പണത് മൂപ്പര് പറയാ, ശരിക്കും മനസ്സിലായിക്കോളി. അതാ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയാ, വറവാ ഇബ്നു അബീ ഷൈബത ബിഇസ്നാദിൻ സ്വഹീഹിൻ മിൻ റിവായത്തി അബീ സ്വാലിഹ് അസ്-സമ്മാനി അൻ മാലിക് അദ്-ദാർ. ഇങ്ങോട്ട് പറയണെങ്കിൽ സനത് പറഞ്ഞിട്ട് പറയാണ്. എന്താ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് കഹ്തുണ്ടായപ്പോ ഒരു റജുല് വന്നു ഇലാ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും മനസ്സിലാക്കണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു. ഈ സംഭവം പറഞ്ഞു പോന്നു. എന്നിട്ട് രാത്രി എന്താണ്? ഫഉതിയ റജുലു ഫിൽ മനാമി. കണ്ടോ നിങ്ങൾ? സ്വപ്നം കാണുകയാണ്. ഈ റജുല് തന്നെ സ്വപ്നം
സ്വപ്നം കാണുന്നു. എന്നിട്ട് സ്വപ്നത്തിൽ പറയുന്നു ഫഖീല ലഹു, എന്താ പറയുന്നത്, ഏതി ഉമറ, ഉമറിന്റെ അടുത്ത് പോവണം, ഈ ഹദീസ് പറയണം. കണ്ടോ, ഈ റജുല് ഖബറിന്റെ അടുത്ത് ചെന്നു, സ്വപ്നം കണ്ടു. അവിടെയാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത്. എന്താണ് മക്കളെ പറഞ്ഞത്? നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ, പറയപ്പെട്ട സ്വപ്നം അതേതാ? ഈ മനുഷ്യൻ ഖബറിലേക്ക് പോയി രാത്രി ആ മനുഷ്യൻ സ്വപ്നം കണ്ടു. ഈ പറയപ്പെട്ട സ്വപ്നം ഇത് വ്യക്തമല്ലേ? ഇത് കളവെന്ന് നിങ്ങൾ പറയുന്നത്? ഇത് കളവാണോ? നിങ്ങൾ പറയണം അൽ മനാമൽ മദ്കൂറ, ഈ പറയപ്പെട്ട സ്വപ്നം കണ്ടത് ഇത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നു. ഇനി നിങ്ങൾ പറയാ ഇത് അതല്ല സ്വപ്നം എന്ന് പറയും. നിങ്ങൾ പറയാ അൽ മദ്കൂർ ഏതാണ്? ശരി, ഖബറിൽ പോയ ബിലാൽ വായിക്കും, സ്വപ്നം കണ്ടതല്ല, ഖബറിൽ പോയ ബിലാൽ വായിക്കും. അതാ ഞാൻ പറഞ്ഞത് സുഹൃത്തൊക്കെ നിങ്ങളെന്താ ഈ പറയുന്നത്? എന്നവരിങ്ങനെ ഖബറിന് പോയി ഇത് കിട്ടുന്നില്ല. എങ്ങനെ കിട്ടൂല? റസൂലിന്റെ ഖബറിലേക്ക് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ സ്വപ്നം കണ്ടപ്പോ പറയാ ആ സ്വപ്നം കണ്ട ആള് ആരാണോ നിങ്ങൾക്ക് അറിയോ? അപ്പൊ പറയാ ആ ആളാരാണ്? അത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയാണ്. ഇത് ആർക്കറിയാം? പിന്നെ സ്വപ്നത്തിന്റെ ആളുകൾ പകലുണ്ട്, അയക്കോ അറിയാം. നീ കേട്ടോ മുസ്ലിം നീ കഴിക്കാൻ പഠിപ്പിച്ചതാ. ഇപ്പൊ മനസ്സിലായല്ലോ അതിലെന്താന്നുള്ളത്. ഇപ്പൊ ഫത്തുൽ ബാരി ഖബറിൽ പോലെ ബിലാലാണെന്ന് ഉറപ്പല്ലേ? ഇത് നിങ്ങൾ തോന്നുന്നു തരുന്നല്ലോ, അത്ര ആവശ്യമുള്ളൂ. ഫത്തുൽ ബാരി എന്താണ് ഞാൻ നേരത്താണ്ട് വായിച്ചെന്നില്ലേ? അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂർ, പറയപ്പെട്ട ഈ സ്വപ്നം കണ്ട ആള് ബിലാലാകുന്നു. എന്തേ ഭാസ്കരാനിക്ക് അവിടെ ഖബറിൽ പോയാണ് ബിലാലാവെന്ന് പറഞ്ഞാൽ പോലെ? അതെന്തേ പറയാത്തത്? എന്തേ പറയാത്ത? ഖബറിൽ പോയാണ് ബിലാലാവുന്നു പറഞ്ഞില്ല, പിന്നെ സ്വപ്നം കണ്ടാണ് ബിലാലാകുന്നു. അത് സ്വന്തം പറഞ്ഞാൽ പിന്നെ സൈഫ് എന്നവർ അദ്ദേഹത്തിന് ഫുതൂഹ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കണ്ടാണ് ബിലാലാകുന്നു. ഇങ്ങനെയുള്ള പണി എന്താണ്? സൈഫ് എന്നവരുടെ ഫുതൂഹ് എന്ന കിതാബ് പോയി വെക്കുക. എന്താ ഉള്ളത്? സൈഫ് എന്നവരുടെ ഫുതൂഹ് എന്ന കിതാബ് പോയി വെക്കുക. അവിടെ എന്താ ഉള്ളത്? അവിടെയും കാണൂല ബിലാൽ ഇബ്നു ഹാരിസിന്റെ പേര് പറഞ്ഞ ഒറ്റ റിപ്പോർട്ടിൽ അദ്ദേഹം ഖബറിൽ പോയ കഥ കാണൂല. പിന്നെ ബിലാൽ ഇബ്നു ഹാരിസ് സ്വപ്നം കണ്ട കഥ കാണും. അതാ വ്യത്യാസം. ബിലാൽ ഇബ്നു ഹാരിസ് സ്വപ്നം കണ്ട കഥ കാണും ഇവിടെ. പിന്നെ സൈഫ് ഇബ്നു അംർ റബ്ബിയുടെ അൽ ഫുതൂഹ് വൽ റിദ്ദ എന്ന കിതാബിൽ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നിയുടെ പേര് പറഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം സ്വപ്നം കണ്ട കഥ പറഞ്ഞു. ആ കഥ ബൈഹഖി ഉദ്ധരിച്ചു. ആ കഥ ബിലാൽ ഇബ്നു ഹാരിസ് ഇബ്നു കസീർ ഉദ്ധരിച്ചു. അത് ഫത്തുൽ ബാരിയും എടുത്തു കൊടുത്തു. അവിടെയാണ് ഇബ്നു ഹജർ എന്ത് പറഞ്ഞത്? അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ ഹുവ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി അഹദുസ് സഹാബ, പറയപ്പെട്ട ഈ സ്വപ്നം കണ്ട ആള് ബിലാൽ ഇബ്നു ഹാരിസ് ആകുന്നു. ഖബറിൽ പോയ ആള് ബിലാലാകുന്നു പറഞ്ഞില്ല. എന്തുകൊണ്ട്? ബിലാൽ ഇബ്നു ഹാരിസിന്റെ പേര് പറഞ്ഞ റിപ്പോർട്ടിൽ എവിടെയും ഖബറിൽ പോയ വിഷയമേ ഇല്ല. ബിലാൽ ഇബ്നു ഹാരിസിന്റെ പേര് പറഞ്ഞ റിപ്പോർട്ടിൽ എവിടെയും ഖബറിൽ പോയ ആളെ ഇല്ല. അവിടെ ഖബറിൽ പോയ സംഭവം പറയുന്നേ ഇല്ല. ഖബറിൽ പോയ സംഭവം പറയുന്നിടത്തൊക്കെയും ബിലാലിന്റെ പേരുമില്ല. അവിടെ എന്താ ഉള്ളത്? അവിടെ റജുലിന് ഒരാൾ വന്നു എന്നേ ഉള്ളൂ. അപ്പൊ രണ്ടും ഒന്നല്ലേന്ന്, ഒന്നാകണം നിങ്ങൾക്ക്, എന്നാലേ സ്വഹാബികളൊപ്പം കിട്ടുള്ളൂ. അതിന് നിർത്തില്ലല്ലോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് രണ്ടും ഒന്നാകണം. പക്ഷെ ഇമാം അസ്ഖലാനി വളരെ സൂക്ഷ്മമായി പ്രയോഗിച്ചവിടെ അതാണ് സൈഫുൻ ഫിൽ ഫുതൂഹി അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ ഹുവ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി അഹദുസ് സഹാബത്തി. അതും അസ്ഖലാനിയുടെ വകയല്ല. പിന്നെ റവാ സൈഫുൻ ഫിൽ ഫുതൂഹ് എന്ന് ഫുതൂഹ് എന്ന കിതാബിൽ സൈഫ് ഇബ്നു അംർ റബ്ബി ഉദ്ധരിച്ചിട്ടുണ്ട്. സൈഫിന്റെ കാര്യം വേറെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അതൊന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ കാര്യം സൈഫ് അല്ലല്ലോ, പിന്നെ പോകാൻ നമുക്ക് പോകാൻ കാര്യമില്ല. അപ്പൊ ഏതായിരുന്നാലും സൈഫ് ഇബ്നു അംർ റബ്ബിയുടെ കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അസ്ഖലാനി പറഞ്ഞത്. ആ കിതാബിൽ എന്താ? ബിലാൽ ഇബ്നു ഹാരിസ് സ്വപ്നം കണ്ടുതാണ്. ബിലാൽ ഇബ്നു ഹാരിസ് മുസ്ലിം സ്വഹാബി നബി സ്വപ്നം കണ്ട കഥയുണ്ട്. ആ സ്വപ്നത്തിൽ നബി എന്ന് പറയുന്നു ഉമർ ഖത്താബിൽ ചെല്ലണം, മഴ കിട്ടുമെന്ന് പറയണം, സലാം പറയണം എന്ന് സ്വപ്നത്തിൽ നബി പറയുന്നു. അദ്ദേഹം ഉമർ ഖത്താബിൽ വരുന്നു എന്ന് ഉമർ ഖത്താബ് പറയുന്നു അന റസൂലുള്ളാഹി ഇലൈക, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച റസൂലാണ്, ഞാൻ റസൂൽ പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നു. അപ്പൊ ഉമർ ഖത്താബ് ചോദിച്ചെന്തായോ? മതാ റഅയ്ത ഹാദാ, നീ എപ്പോഴാ ഇത് കണ്ടത്? നീ എപ്പോഴാ ഖബറിൽ പോയതെന്നല്ല, നീ എന്തിനവിടെ പോയിന്നില്ല. മതാ റഅയ്ത ഹാദാ, നീ എപ്പോഴാ ഇത് കണ്ടത്? ഖാല അൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ കണ്ടു. ഉമർ ഖത്താബ് ബേജാറായിനാണ്. ഉമർ ഖത്താബ് എല്ലാവരും വിളിച്ചുകൂട്ടി. എന്നിട്ട് ആളോട് ചോദിച്ചു, ഞാൻ ഭരണത്തിന്റെ കാലത്ത് ഞാൻ ചെയ്ത വലിയ കാര്യവും അതിനേക്കാൾ ഹൈറായത് മറ്റൊന്നായിരുന്നുവെന്ന് നിങ്ങൾക്ക് വല്ല അഭിപ്രായവുമുണ്ടോ? ഞാൻ എടുത്ത തീരുമാനം പലതും ശരിയായില്ല എന്ന അഭിപ്രായമുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ ചോദിക്കാൻ കാരണം? ബിലാൽ ഇബ്നു ഹാരിസ് ബിലാൽ ഇബ്നു ഹാരിസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ബിലാലിന്റെ പേര് പറഞ്ഞ എവിടെയും ഖബറിൽ പോയ വിഷയമേ ഇല്ല മുസ്ലിം. അതുകൊണ്ട് നിങ്ങൾ പദം മുസ്ലിക്കാൻ നിൽക്കണ്ട. സ്വഹാബിൻ മുസ്ലിക്കായി വെച്ചിട്ട് നിങ്ങൾ മുസ്ലിക്കാൻ പോകണ്ട. സ്വഹാബിൻ മുസ്ലിക്കായിട്ടില്ല.
സ്വഹാബി ഇസ്തിഗ്ഹാസ ചെയ്തിട്ടുമില്ല, സ്വഹാബി ഖബറിനെ പോയിട്ടില്ല, സ്വഹാബി അവിടെ പോയി ഇസ്തിസ്ഖാ നടത്തിയിട്ടില്ല. അങ്ങനെ കിതാബിൽ കാണാനും കഴിയില്ല. അതുകൊണ്ട് ഞാനിത് ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു. ഒരു പക്ഷം തെറ്റിദ്ധരിച്ചതായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഫതുഹുൽ ബാരിയിൽ ഖബറിനെ പോയാണ് ബിലാലാണ് എന്നില്ല. ഖബറിനെ പോയതിന്റെ മേലെ പറഞ്ഞല്ലോ, അവിടെ പേര് പറഞ്ഞൂടെ? അസ്കലാനി മേലെ വിഷയം പറഞ്ഞു, എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് മേലെ 2 വരി മേലെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. കുറച്ച് മേപ്പോട്ട് വിളിച്ചോക്കാൻ അവിടെ കാണുന്നത്. അവിടെ പറഞ്ഞെന്താ, ഒരാൾ നബിയുടെ ഖബറിലേക്ക് വന്നു. അവിടെ ബിലാലിനെ പറഞ്ഞില്ല. ഖബറിലേക്ക് വന്ന വിഷയം പറഞ്ഞപ്പോ ബിലാലിന്റെ പേര് പറഞ്ഞില്ല. ബിലാലിന്റെ പേര് പറഞ്ഞപ്പോ ഖബറിൽ പോയ വിഷയം പറഞ്ഞില്ല. ബുദ്ധിയിൽ എന്താ മനസ്സിലാക്കുക? അപ്പൊ നിങ്ങൾക്ക് കിട്ടണത് രണ്ടും ഒന്നാണല്ലോ, നിവൃത്തിയില്ലല്ലോ. കിതാബ് കാണണ്ടേ? ഇനി അതല്ല ഏത് പോലെ 5 കിതാബ് പറഞ്ഞു, 5 കിതാബ് ഒരു 6ാമത്തെ സുബിക്കുന്നുണ്ട്. അത് കിതാബായിട്ട് നിങ്ങളെ പറഞ്ഞ കൂട്ടും. അങ്ങനെ ഒരു വളർത്തുണ്ട്, കാന്തപുരത്തിന്റെ ബുക്കിലുണ്ട്, അതേപോലെ നെല്ലിക്കുത്തിന്റെ ബുക്കിലുണ്ട്, സുലൈമാൻ സഖാഫിന്റെ ബുക്കിലുണ്ട്. ഒക്കെ കൂട്ടിക്കോടി, അതൊക്കെ കിതാബായി കൂട്ടുകയാണെങ്കിൽ അപ്പൊ അതല്ല മുസ്ലിം ആവശ്യം. നേരെ മറിച്ച് പ്രാമാണികമായി മുസ്ലിം ലോകത്ത് ആധികാരികമായി അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അത് നമ്പർ 5 കിതാബിലെ കാണാം. ഞാൻ 6ാമത്തെ ആയിക്കോട്ടെ, ഇതിനുണ്ടാവില്ല, അപ്പുറമൊന്നുമില്ല, ഇതിനപ്പുറത്തേതുമില്ല. അതുകൊണ്ട് തന്നെ ഈ 5 കിതാബിൽ ഈ സംഭവം കാണുന്നു. ആ 5 കിതാബിൽ എവിടെയെങ്കിലും ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തസ്ഖി ഉമ്മതിക എന്ന് പറഞ്ഞു എന്നുണ്ടോ എങ്കിൽ നമുക്ക് എല്ലാവർക്കും മതി തെളിവായിട്ട്. പക്ഷെ ഇല്ലാത്തത് സ്വഹാബിയുടെ പേരിൽ പറയരുത് എന്നാണ് സൂചിപ്പിച്ചത്. ശരി, പറഞ്ഞു. എന്താ ഈ വളരെ വ്യക്തമാണോ? ഒന്ന് ശബ്ദം കൂട്ടണം കേട്ടോ, ആൾക്കാർ കേട്ടോട്ടെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ്. ഈ സംഭവം നിങ്ങൾ പറയും, ഞാൻ ശരിക്കും വളരെ വ്യക്തമായി അന്തമുള്ളവർക്ക് അറിയും. ഇല്ലാത്തതിൽ പിന്നെ വാശി പിടിച്ച് അങ്ങനെ സത്യം സത്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞതന്നെ വീണ്ടും സമയം കണ്ടല്ലോ. അതിനപ്പുറത്ത് ഒറ്റ കാര്യം ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ പോയി ഇസ്തസ്ഖി ഉമ്മതിക എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പൊള്ളു പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇല്ലാത്ത പറഞ്ഞു. അത് ഏതെങ്കിലും കിതാബ് ഉണ്ടെങ്കിൽ വായിക്കുന്നത് ഞാൻ പറഞ്ഞത്. ഞാൻ വായിച്ചപ്പോൾ പിന്നെ വായിക്കുന്ന കാര്യമില്ല. ബിലാൽ ഒന്നുകൂടെ ആവർത്തിക്കാം. മുസ്ലിം ഇവിടെ ശുദ്ധമായ കളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾ വായിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ടെങ്കിലും വായിക്കട്ടെ വെച്ചിട്ട് ഈ മുസ്ലിയാര് അദ്ദേഹം കളവ് പറഞ്ഞിരിക്കുന്നു. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ പോയി ഇസ്തസ്ഖി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ വാദിച്ചത് കളവാണ്. ഞാൻ പറയുന്നു, ലോകത്ത് ഒരൊറ്റ കിതാബിൽ ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തസ്ഖി ഉമ്മതിക എന്ന് പറഞ്ഞു എന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. തീർത്തു പറയുന്നു. ഞാൻ അപ്പുറത്തേക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് വായിക്കും. അല്ലാത്ത വായനും ഒച്ചപ്പാടും ഈ നാട്ടിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ അന്തള്ളവർക്ക് മനസ്സിലാവുന്നാണല്ലോ. എല്ലാവരും അന്തള്ളവർ തന്നെയാണ്. കഴിഞ്ഞ നാട്ടിൽ എല്ലാവരും മനസ്സിലാക്കുമ്പോഴല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കളവ് പറഞ്ഞതാണ്, ഇല്ലാത്ത പറഞ്ഞതാണ്, നിങ്ങൾ തട്ടിപ്പാണ്, നിങ്ങൾ വെട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ അത് അല്ലാത്ത തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ വിഷയിക്കും. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അപ്പം നിങ്ങൾ കളവ് പറഞ്ഞു. ഇല്ലെങ്കിൽ ആ 5 കിതാബോ ഇനി 6ാമത് നിങ്ങൾ വേണ്ട സുബിക്കിയുടെ കിതാബ് ഉണ്ടല്ലോ, ശിഫാഉ സഖാമ്, ആ കിതാബിലെങ്കിലും സുബിക്കിയുടെ കിതാബിലെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബി നബിയുടെ ഖബറിൽ പോയി ഇസ്തസ്ഖി ഉമ്മതിക എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് നിങ്ങളെ ഭാഗപ്പെട്ട് വ്യാഖ്യാനിച്ച് ഒപ്പിച്ചിട്ട് അപ്പൊ സ്വപ്നം കണ്ട് ബിലാലാണെങ്കിൽ ആ സ്വപ്നം കണ്ടാവുന്ന ഖബറിലേക്കും പോയത് അപ്പൊ രണ്ടും ഒന്നല്ല. അതൊക്കെ നിങ്ങളെ ഭാഗ, അവിടെ കാര്യമില്ല. അത് കിതാബ് കാണിക്ക്. അതല്ലെങ്കിൽ നിങ്ങൾ കളവ് പറഞ്ഞത് ഈ നാട്ടിലൊക്കെ വിശ്വസിക്കും എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തും. ഇനി പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് ഫൈസൽ മൗലവി വളരെ വലിയ തട്ടിപ്പാണ് നടത്തുന്നത്. കാരണം വളരെ വ്യക്തമാണ്. ഞാൻ വളരെ അർത്ഥം വെച്ചാൽ ഞങ്ങൾ ശരിക്കും നോക്കിക്കോളി. വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി, നിങ്ങൾ ഇത് പറയും, ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ജനങ്ങൾ തിരിഞ്ഞോട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിലേക്ക് ഒരാൾ വന്നു. ഇബ്നു അസസ് നിങ്ങൾ പറയാണ് ഇങ്ങനെ സംഭവം തിരിച്ച് വന്നു. എന്നിട്ട് അയാൾ സ്വപ്നം കണ്ടു. ഈ സംഭവം പറഞ്ഞതിന് ശേഷം പറയാ, ഈ പറയപ്പെട്ട സ്വപ്നം കണ്ട ആളുണ്ടല്ലോ, ഇനി വേറെ ആളത് എവിടെ നിങ്ങൾ ഈ വരുന്നത്? വളരെ വ്യക്തമല്ലേ? ഈ റജുല് വന്നു, ആ റജുല് സ്വപ്നം കണ്ടു, ആ സ്വപ്നം കണ്ട ആൾ ആരാ? വളരെ വ്യക്തമാണ്. നിങ്ങൾ പറയാല്ലെങ്കിൽ ഈ ഭാഗത്ത് അങ്ങനെ കുട്ടികൾ പറയും. വളരെ വ്യക്തമല്ലേ? റജുല് വന്നു. എന്നിട്ട് പറയാണ് ആ റജുല് തന്നെ സ്വപ്നം കണ്ടു. ആ റജുലു എന്നാ പറഞ്ഞത്. ഇതൊക്കെ നെഹ്വറിയാത്ത പ്രശ്നമല്ലേ? നെക്കിറാന് മാരിഫിയാക്കി മടക്കി കൊണ്ടുവന്നാല് വളരെ വ്യക്തമല്ലേ? ആദ്യം പറഞ്ഞ വസ്തു പറഞ്ഞ ആളാണെന്ന്. എന്താണ് വസ്തു? വന്നു. അപ്പൊ റജുലു ബിലാൽ ഇബ്നു മുസ്നി പോയി എന്നുള്ളതിനുള്ള വായിക്കും.
ഉണ്ടെങ്കിൽ അത് വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത അവസരം കൊടുക്കാം. അതന്നെയാണ് ഈ വായിക്കണത്. നേരത്തെ വായിച്ച കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് വായിച്ചിട്ട് എന്തിനാ ഈ ആളുകളുടെ സമയം കളയുന്നത്? നിങ്ങളെ ചോദ്യം തന്നെയാണ്, അപ്പൊ മറുപടി തന്നെയാണ്. നിങ്ങൾ ചോദ്യം മാറ്റുന്നതാണ്. എന്താ നിങ്ങളോട് ചോദിച്ചെന്താണ് ചോദിച്ച സംഭവം ഉണ്ടോന്നല്ലേ? ആ സംഭവം നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞതാണ്, അത് ബിലാൽ ബിൻ ഹാരിസ് മുസ്ലിയാണോ? അതിനാ ഞാൻ പറയണത്. നബി തങ്ങളെ ഖബറിന്റെ അടുത്ത് പോയി അയാൾ സ്വപ്നം കണ്ടു. ഈ സംഭവം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, ആ സ്വപ്നം കണ്ടോ അൽ മനാമൽ മദ്കൂറ, ഏതെങ്കിലും ഒരു സ്വപ്നത്തിന്റെ വിഷയമല്ല ഈ പറയണത്. ഇത് ഫൈസൽ മോഹൻ തട്ടിപ്പ്, നിങ്ങൾ അത് പറ്റൂല, അങ്ങനെ പറ്റൂല. ഇത് പ്രാമാണികമായിട്ട് പറയും. ഈ അലിഫ്ലാം എന്തിന്റെ? അൽ മനാമൽ മദ്കൂറ പറയപ്പെട്ട സ്വപ്നം പിന്നെ ഏതാ? ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ ഇതല്ലാതെ ഇടയ്ക്ക് വാക്യങ്ങൾ ഒഴിവാക്കുന്നത് അവിടെല്ലേ പ്രശ്നമുള്ളൂ. അസ്കലാനി പല നേരെ മലയാളം നോക്കുന്നു പറഞ്ഞല്ലോ. എന്റെ അടുക്കൽ വാക്കില്ലേ അതെന്താണ് ഒഴുകി കഴിഞ്ഞത്? അസ്കലാനി എന്താണ് പറഞ്ഞത്? ഇബ്നു അബീ ശൈബ സ്വഹീഹായ പരമ്പരകൾ ഉദ്ധരിച്ചിരിക്കുന്നു. മിൻ റിവായത്ത് അബീ സ്വാലിഹിൻ, അബീ സ്വാലിഹിൻ റിവായത്തിൽ നിന്ന് അൻ മാലിക് ദാറിൽ നിന്നാണ് അബൂ സ്വാലിഹ് ഉദ്ധരിച്ചത്. വകാന ഖാസിൻ ഉമറ, അദ്ദേഹം ഉമർ ഖത്താബിന്റെ ഖാസിനായിരുന്നു. എന്നിട്ട് പറയുന്നത് ഒരാൾ വന്നു ഇലാ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഖബറിലേക്ക്. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇസ്തസ്ഖി ഉമ്മതിക, തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴ തേടണം. ഫൈനഹും ഖദ് ഹലകു, അവർ നശിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പോയി ഫഉതിയ റജുലു ഫിൽ മനാം, ആ മനുഷ്യൻ സ്വപ്നം കണ്ടു. എന്നിട്ട് ആ സ്വപ്നത്തിൽ പറഞ്ഞു, ഇതി ഉമറ, നീ ഉമറിലേക്ക് ചെല്ലണം. അൽ ഹദീസ് അതല്ല അവിടെ ഉള്ളത്. അതവിടെ കഴിഞ്ഞു. ആ ഭാഗം അവിടെ കഴിഞ്ഞു. ഇബ്നു അബീ ശൈബയുടെ കിതാബ് അവിടെ കഴിഞ്ഞു. അവിടെ ബിലാലും ഇല്ല, ആരുമില്ല. എന്നിട്ട് പിന്നെ അസ്കാരി വാർത്തവാചകം പറയുന്നത് റവാ സൈഫുൻ ഫിൽ ഫുതൂഹി, എന്താണ് വായിക്കാത്തത്? റവാ സൈഫുൻ ഫിൽ ഫുതൂഹി, സൈഫ് എന്നവർ അദ്ദേഹത്തിന്റെ ഫുതൂഹ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിരിക്കുന്നു. കണ്ടോ? അല്ല നിങ്ങൾ പറഞ്ഞ പോലെ ഒരാൾ ഖബറിൽ പോയി ഒരു സ്വപ്നം കണ്ടു, ആ രണ്ടാൾ ഇയാളാകുന്നു എന്ന് എന്റെ അടുക്കൽ എന്താ വിളിക്കുന്നത്? റവാ സൈഫുൻ ഫിൽ ഫുതൂഹി, സൈഫ് എന്നവർ ഫുതൂഹ് എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു. അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ, ഈ പറയപ്പെട്ട സ്വപ്നം കണ്ട ആള് ഹുവ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി അഹദു സ്വഹാബ, സ്വഹാബികളിൽ ഒരാളായ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നിയാണെന്ന് സൈഫ് എന്നവർ അദ്ദേഹത്തിന്റെ ഫുതൂഹ് എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു. എന്താ ഇബ്നു അബീ ശൈബ പറയാത്തത്? അപ്പൊ ഇബ്നു അബീ ശൈബയുടെ കിതാബിൽ പറഞ്ഞിടത്ത് എന്തില്ല? ബിലാലാണെന്ന് പറഞ്ഞില്ല. ഇബ്നു അബീ ശൈബയുടെ റിവായത്തല്ല ആദ്യം കൊടുത്തത്, അസ്കലാനി ആദ്യം കൊടുത്തല്ല. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫ് എന്ന കിതാബിൽ വന്ന റിപ്പോർട്ട് അത് അവിടെ അവസാനിച്ചു. അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അവസാനിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത് സൈഫ് എന്നവരുടെ കിതാബിലുണ്ട് എന്ന് വേറെ വിഷയം പറയാം. സൈഫ് എന്നവരുടെ കിതാബിലുണ്ട് എന്തുണ്ട്? അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ, ശ്രദ്ധിക്ക് ഇനി കുറച്ച് പിന്നെ ബാക്കി പറയും. നേരത്തെ ആറാമത്തെ കിതാബ് പറഞ്ഞ പോലെ തന്നെ അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ, ഈ പറയപ്പെട്ട സ്വപ്നം കണ്ടാണ് ബിലാലാകുന്നു എന്ന് സൈഫിന്റെ കിതാബിലുണ്ട്. അപ്പൊ സൈഫിന്റെ കിതാബ് മറിച്ച് നോക്കുക. ആ കിതാബ് അൽ ഫുതൂഹ് വൽ റിദ്ദ, ഏതാണ്? സൈഫ് ഇബ്നു ഉമർ അൽ-റുദ്ദി, അദ്ദേഹത്തിന്റെ അൽ ഫുതൂഹ് വൽ റിദ്ദ. ആ കിതാബ് എടുത്ത് അവിടെ എന്താ ഉള്ളത്? അവിടെ ബിലാൽ ബിൻ ഹാരിസ് ഖബറിൽ പോയിരുന്നുണ്ടോ? ഖബറിൽ പോയ ആൾ സംഭവം പറഞ്ഞിട്ടാണോ അത് ബിലാലാന്ന് പറഞ്ഞത്? അല്ല, അവിടെ ബിലാലിന്റെ സംഭവമുണ്ട്. ആ ബിലാലിന്റെ സംഭവം അവിടെ എന്തേ ഉള്ളൂ? ബിലാൽ ബിൻ ഹാരിസ് നബിയെ സ്വപ്നം കണ്ടു എന്നേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബി നബിയെ സ്വപ്നം കണ്ടു. ഇനി അതിന്റെ സാഹചര്യം എന്താ? അത് വ്യത്യസ്ത റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. മിക്കവാറും റിപ്പോർട്ട് സൈഫിൽ നിന്ന് തന്നെയാണ്. അത് ഇമാം ബൈഹഖി എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായ 7-ാം പാഠത്തിൽ ഹിജ്റ 18-ാമത്തെ കൊല്ലം പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാ 5 or 6 റിപ്പോർട്ട് എടുത്തു കൊടുക്കുന്നു. അതില് ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്ലിയുടെ കഥ പറഞ്ഞ എവിടെ അറിയോ? ഇത് ഹിജ്റ 18-ാം വർഷമാണ്. ഞാൻ കൂടുതൽ വേണ്ടി പറഞ്ഞുതരാം. മുസ്ലിയാക്ക് അതിന് ബെന്നും ബെന്നൊക്കെ അറിയാത്തോണ്ടല്ല. അപ്പൊ തൽക്കാലം ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും പാടും ഉണ്ടാക്കിയിട്ടെങ്കിലും വഹാബികളെ തോൽപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന ആ പൂതി നല്ല തന്നെയാണ്. പക്ഷെ രാത്രി കിടക്കുമെന്ന് ആലോചിച്ചുകൊണ്ടെന്ന് മാത്രം. ഇത് സംഭവം എന്താ അറിയോ? ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്ലിം ഹിജ്റ 18-ാം വർഷം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഈ 18-ാമത്തെ കൊല്ലം ക്ഷാമവർഷമാണ്. 17-ാമത്തെ കൊല്ലം അവസാനം തുടങ്ങി 18-ാമത്തെ കൊല്ലം ആദ്യത്തിൽ ഏകദേശം 6 മാസം നീണ്ടുന്ന ക്ഷാമം. ഉമർ ഖത്താബ് റളിയല്ലാഹു എല്ലാ നാട്ടിലേക്കും കത്തയച്ചു, അൻ അഗീസു അഹ്ലൽ മദീന, മദീനക്കാരെ നിങ്ങൾ സഹായിക്കണം എന്ന് ഉമർ ഖത്താബ് കത്തയച്ചു. ഉമർ ഖത്താബ് ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഖബറിൽ പോയിക്കില്ല. അവിടെ പോയി പൊടിയെടുത്ത് കൊണ്ടുവന്നതല്ല മഴ പെയ്യാൻ വേണ്ടി, നമ്മുടെ നാട്ടിൽ നിന്ന് മമ്പുറത്ത് കൊണ്ടുവന്ന പോലെ. അദ്ദേഹം എല്ലാ നാട്ടിലും കത്തയച്ചു, അൻ അഗീസു അഹ്ലൽ മദീന, നിങ്ങൾ മദീനക്കാരെ സഹായിക്കണം. ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ സംഭവം. അതാണ് ആമുർ റമാദ, ചാരവർഷം, വെണ്ണീർ വർഷം എന്നറിയപ്പെട്ട കൊല്ലം. ഒരുപാട് കന്നുകാലികൾ ചത്തൊടുങ്ങി, കൃഷിയെല്ലാം നശിച്ചു, ആകെ പ്രയാസമായി. എല്ലാ ഭാഗത്തേക്കും ഉമർ ഖത്താബ് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയച്ചു. ആ കൊല്ലമുണ്ടായ സംഭവങ്ങൾ പറയാണ് ഈ കിതാബിൽ. അവിടെ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബിയോട് അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറഞ്ഞു, ഒരു ആടിനെ അറക്കാം, തിന്നാ ഒന്നുമില്ല വീട്ടില്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൈസ ഫീഹി ശൈഉൻ, അടുത്തൊരു കാര്യം അതിൽ ഒന്നുമില്ല.
ആടിന്റെ ശരീരത്തിന് മാംസം ഉണ്ടെങ്കിൽ അർത്ഥ കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പൊ കുടുംബങ്ങൾ കീർത്തിച്ചല്ല അറക്കുക, അല്ല അറുത്തു വെക്കുമ്പോ വെറും എല്ലും തോലും വേറൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു വാ മുഹമ്മദാ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ബിലാൽ ബിൻ ഹാരിസ് നബിയെ സ്വപ്നം കാണുന്നു. അന്ന് രാത്രി ബിലാൽ ബിൻ ഹാരിസ് മുസ്നി നബിയെ സ്വപ്നം കാണുന്നു. ബിലാൽ ബിൻ ഹാരിസ് മുസ്നി അന്ന് രാത്രി നബിയെ സ്വപ്നം കാണുന്നു. അതാണ് അംർ എന്ത് പറഞ്ഞത്, സ്വപ്നം കണ്ടാണ് ബിലാലാണ്. കണ്ടങ്ങള് സ്വപ്നം കണ്ടാണ് ബിലാല. ഖബറിനെ പോയാണ് ബിലാലല്ല പറഞ്ഞത്. അല്ലെ ബിലാൽ ബിൻ ഹാരിസ് ഖബറിനെ പോയിട്ടില്ല. അദ്ദേഹം ആടിനെ അറക്കാൻ പറഞ്ഞ പാടിനർത്തു. അപ്പൊ ഒന്നുമില്ല. അന്ന് രാത്രി അദ്ദേഹം നബിയെ സ്വപ്നം കാണുന്നു. ആ സ്വപ്നം കണ്ട വിഷയമാണത്. അദ്ദേഹം പിറ്റേന്ന് രാവിലെ ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് വരുന്നു. വന്നിട്ട് പറയുന്നു അന റസൂലുള്ളാഹി ഇലൈക, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച ദൂതനാകുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയാ യഖൂലു ലക റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ താങ്കൾ ഇങ്ങനെ പറയുന്നു. അപ്പോഴാ ഉമർ ഖത്താബ് എല്ലാവരും വിളിച്ചോട്ട് ചോദിച്ചത്, എന്താ എന്റെ ഭരണത്തിൽ വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ ഒന്നുമില്ലല്ലോ, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു ബിലാൽ ബിൻ ഹാരിസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു മഴയില്ലാതെ ഇത്രയൊക്കെ പ്രയാസമായിട്ടും നിങ്ങൾ മഴയെ തേടുന്ന നിസ്കാരം നിർവഹിച്ചിട്ടില്ലല്ലോ, അതൊരു വീഴ്ച തന്നെയാണ്, അതായിരിക്കാം ഒരു പക്ഷേ. അപ്പൊ അദ്ദേഹം എല്ലാവരും വിളിച്ചുകൂട്ടി മൈതാനത്തേക്ക് പോയി. എല്ലാവരും സംഘടിച്ചു. അദ്ദേഹം ദുആ ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ദുആ ചെയ്യാൻ വേണ്ടി ഉമർ ഖത്താബ് ആവശ്യപ്പെട്ടു. ഉമർ ഖത്താബും ദുആ ചെയ്തു, അബ്ബാസ് തങ്ങളും ദുആ ചെയ്തു. അങ്ങനെ മഴ ലഭിക്കുകയും ചെയ്തു. ഇതാണ് ബിലാൽ ബിൻ ഹാരിസിന്റെ വിഷയം വന്ന റിപ്പോർട്ടുകൾ മൊത്തം തപ്പിയാൽ കിട്ടുക. ബിലാൽ ബിൻ ഹാരിസിന്റെ പേര് വന്നുകൊണ്ട് ഏതൊക്കെ റിപ്പോർട്ടുണ്ടോ ആ റിപ്പോർട്ട് മുഴുവൻ അന്വേഷിച്ചാൽ ഈ കഥയാണ് കിട്ടുക. അവിടെ ഖബറുമില്ല, ഇസ്തസ്ഖയില്ല, ഒന്നുമില്ല. എന്നാൽ ഖബറിനെ പോയ സംഭവം വേറൊന്നുണ്ട്. അതാരാ? ജാഅ റജുലുൻ. അതെവിടെ? ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ വന്നിട്ടുണ്ട്. അവിടെ എന്താ? ജാഅ റജുലുൻ, ഒരാള് വന്നു ഇലാ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഖബറിലേക്ക് വന്നു. അവിടെ ആരാ? അല്ലാഹു അഅലം. അവിടെ ആള് റജുലിനേ ഉള്ളൂ, ആളെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇമാം അസ്ഖലാനി ഈ രണ്ടിലേക്കുമുള്ള സൂചനയായി കൊണ്ട് ഫത്ഹുൽ ബാരിയിൽ 3-ാം വാല്യത്തിൽ കിതാബുൽ ഇസ്തിസ്ഖായിൽ ബാബു സുആലിൻ നാസ് അൽ ഇമാമ ഇലാ ഖഹതു എന്ന ബാബിൽ സുആലിൻ നാസ് അൽ ഇസ്തിസ്ഖാ ഇലാ ഖഹതു എന്ന അധ്യായത്തിൽ ഇമാം അസ്ഖലാനി പറഞ്ഞത്, ഒന്ന് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചത് അതെന്താ? ജാഅ റജുലുൻ ഇലാ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ഖബറിലേക്ക് ഒരാൾ വന്നു എന്ന കഥ അതവിടെ കഴിഞ്ഞു. രണ്ട് റവാ സൈഫുൻ ഫിൽ ഫുതൂഹി, സൈഫ് എന്നവർ ഫുതൂഹ് എന്ന കിതാബിൽ ഉദ്ധരിച്ചത് അതെന്താ? അന്നൽ റഅൽ മനാമൽ മദ്കൂർ, ഈ പറയപ്പെട്ട സ്വപ്നം കണ്ട ആൾ ബിലാൽ ബിൻ ഹാരിസ് ആണ്. അവിടെ ഖബറിനെ പോയതില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. മുസ്ലിയാരും കരുതിക്കൂട്ടി കളവ് പറഞ്ഞു പറയാൻ എനിക്ക് സാധ്യമല്ല, കാരണം മൂപ്പര മനസ്സ് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി ആണെങ്കിൽ അത് വലിയ അപരാധം തന്നെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നിട്ട് തിരുത്തണമെന്നില്ല. പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ തുറന്ന് പറയേണ്ടതുണ്ട്. ഒരു സ്വഹാബിയുടെ പേരിൽ, അസ്ഖലാനിയുടെ പേരിലും നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു. അതുകൊണ്ട് ഇതാ ഞാൻ ഇവിടെ ഇനിയും പ്രഖ്യാപിക്കുകയാണ്, ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തസ്ഖി ഉമ്മതിക എന്ന് പറഞ്ഞുവെന്ന് ലോകത്തെ ഒരു കിതാബിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എല്ലാ കിതാബും ഞങ്ങൾ കണ്ടിട്ടല്ല. പക്ഷെ ഏതെങ്കിലും കിതാബിലുണ്ടെങ്കിൽ നിങ്ങളത് എന്നോ കൊണ്ടുവന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പൊ ഉറപ്പല്ലാന്ന്. ഇതിനു വേണ്ടി മാത്രം സംഭവം കൊടുത്ത് ആളെടുത്തിക്കണം. എല്ലാ കിതാബും തപ്പാൻ നമുക്കൊന്നും കിട്ടുമെന്നുള്ളത്. പണ്ട് സുലൈമാൻ നബിക്ക് കടലിൽ മുങ്ങിയിട്ട് മുത്തൽക്ക് ജിന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ചില മൂലമാർക്ക് പണിപ്പെടാം. എല്ലാ കിതാബും തപ്പിട്ട് ഉള്ളത് എന്തെങ്കിലും ഒന്ന് കിട്ടും ഇസ്തിഹാസൊക്കെ അനുകൂലമായിട്ട്. അങ്ങനെയൊക്കെ തപ്പി പിടിച്ചിട്ട് എന്തൊക്കെ ആരൊക്കെ എഴുതി കൂട്ടിയിട്ടും ഈ പറഞ്ഞതിനപ്പുറത്ത് പോലും ആരും എഴുതിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ ധൈര്യം. ആ ധൈര്യത്തിലാണ് പറയുന്നത്. അല്ലാതെ എല്ലാ കിതാബും നോക്കിയിട്ട് ഞങ്ങളങ്ങനെ അധികം പഠിച്ചവരും പല ആലിമ്യങ്ങളും പണ്ഡിതന്മാരും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങളെ കയ്യിൽ അതില്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ കൂടുതൽ ബോധ്യമായി. ഞാൻ എത്ര പച്ചയായിട്ട് നിങ്ങൾ കളവ് പറഞ്ഞത് പറയുമ്പോൾ നിങ്ങൾക്ക് ലേശം എപ്പോഴെങ്കിലും സത്യം പറയാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടാവില്ലേ? അതുകൊണ്ട് നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? ഞാൻ പറഞ്ഞ കളവെല്ലാം സ്ഥാപിക്കും, ആയിക്കോട്ടെ നിങ്ങൾ നിന്ന് സ്ഥാപിക്കണം. നിങ്ങൾ അന്വേഷിച്ചോളി, നിങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ തോറ്റിട്ടില്ല, ഞാൻ ജയിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അന്വേഷിച്ചോളി ഈ പറഞ്ഞ സത്യമാണോ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ പോയിട്ട് കിതാബൊക്കെ തപ്പി മുസ്താദന്മാരൊക്കെ ചോദിക്കുക. അധികമൊന്നും പോകണം. നിനക്ക് ഇസ്മായിൽ മുസ്ലിയുടെ അഖീദുസ്സുന്ന കിതാബ് എടുത്താൽ മതി. അതില് ഈ ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് 40 തെളിവ് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞതിനുള്ളൂ, അതിനപ്പുറത്തൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് പോയിട്ട് അന്വേഷിക്കുക, അത് ഉണ്ടോ ഇല്ലേ. ഞാൻ അപ്പോൾ ശരിയായില്ലല്ലോ, കളവല്ലേ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ഇൻഷാല്ലാഹ് അടുത്ത മുഖാമുഖാകുമ്പോഴേക്കും നമ്മൾ സ്റ്റേജിലേക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി അടുത്തോളം ചോദിച്ചോട്ടെ, അതിന്റെ മര്യാദ. ആയിക്കോട്ടെ, ശരി, ആ കൊടുത്തോളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ വ്യക്തമായി ഫത്ഹുൽ ബാരി വായിച്ച് അർത്ഥം വെച്ചിട്ടത് ശക്തമായ മൗലവി കണ്ണു ചിമ്പാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, മൗലവി ആ ആടിനർത്ഥ സംഭവം വായിച്ചല്ലോ, ആ ഹദീസാണ് വായിച്ചിട്ടുണ്ട്. അതിന്റെ പരമ്പര പറഞ്ഞ് തെളിയിച്ച പരിപാടി നമുക്ക് പിന്നെ
നോക്കാം. നിങ്ങൾ വായിച്ച ആ സംഭവത്തിന്റെ കിതാബാണ് വായിക്കുക. ആ സംഭവം വായിക്കുക, അതിന്റെ സംഗതി പറയാം, അത് സ്വഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തുക. നമ്മൾ പറഞ്ഞ എല്ലാ സംഭവവും വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി ചോദിക്കാനുള്ളത് ആ സംഭവം, ആടിന് അർത്ഥ സംഭവം, ആ ഹദീസ്, അത് ആ സംഭവം വായിക്കുക, കിതാബിന്റെ ഇബാറത്ത് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞ പുള്ളി തെളിയിക്കുന്നതിന് പേര് അപ്പൊ ബാക്കി പറയാം. നമ്മൾ പറഞ്ഞ ഇബാറത്ത് വളരെ വ്യക്തമാണ്. അത് കേസ് വെച്ച് പെരി പോയിക്കോളി, അത് കേസ് വെച്ചിട്ട് പെരി പോയി കണ്ടോളിക്കോളി, രാത്രി കിടക്കുമ്പോൾ ആലോചിച്ചോളി. ഇവിടെ ഇദ്ദേഹത്തിന് എന്തും പറയാം, ഇവിടെ വന്നിട്ട് എന്തും വിളിച്ചു പറയാം. അതൊന്നും പ്രാമാണികമായിട്ട് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പറയുന്നത്, ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ കളവ് കളവ് എന്ന് പറഞ്ഞിട്ട് ഈ സാധാരണക്കാരെ വഞ്ചിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾ കരുതണ്ട. കാരണം ഞങ്ങളെ സമയം പരിമിതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കളവ് കളവ് 110 വട്ടം അവിടുന്ന് ആർക്ക് പറയാം. ചോദ്യം ഇവിടെ വ്യക്തമാണ്. നബി തങ്ങളുടെ ജാറത്തിന്റെ അടുക്കലേക്ക് ചെന്ന റജുൽ, അലിഫ്ലാമിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. നിങ്ങളെ മഅയ്യത്തിന്റെ വിഷയത്തിൽ ചമ്മാട് മുഖാമുഖത്തിൽ വട്ടം കറക്കിക്കണേ. എന്നിട്ട് പറയുന്നത് ഇന്നല്ലദീ റഅൽ മനാമ, അൽ മനാമ പഠിക്കണം മൗലവി, അൽ മനാമ. ചോദ്യം ഇത്ര വികാരം കൊള്ളണ്ട, ചോദിച്ചോളി, പതുക്കെ ചോദിച്ചാൽ മതി, നമ്മളൊക്കെ കേൾക്കും. അവിടെ ഇരുന്ന് ചോദിച്ചാലും മതി, ഇത്ര വികാരം കൊള്ളണ്ട. എന്തിനാ മൈക്ക് ഓഫ് ആക്കേണ്ട ആവശ്യം? ഞാൻ ചോദിക്കണേ, ഈ ആ പറയപ്പെട്ട സ്വപ്നം കണ്ട വ്യക്തി ഏത് ബുദ്ധിയുള്ള മനുഷ്യനും അരിഭക്ഷണം നിന്ന് നമുക്ക് തിരിയും. ആ സ്വപ്നം കണ്ട വ്യക്തി, അദ്ദേഹം പോയി, അദ്ദേഹം സ്വപ്നം കണ്ടു. ആ കണ്ട വ്യക്തി അദ്ദേഹം ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നിയാണെന്ന് പറയുമ്പോ പിന്നെ സൈഫ് പറഞ്ഞു എന്നാ. ആദ്യം മുമ്പ് പറഞ്ഞതാ ഭാരതത്തിന്റെ അടുത്തേക്ക് ഒരു കിതാബിലും കാണൂലാന്നാ. അപ്പൊ സൈഫ് പറഞ്ഞു എന്നുള്ള അടുത്തേക്ക് രാഷ്ട്രത്തി. എന്നിട്ട് സൈഫ് പറഞ്ഞു എന്തോ ഒരു സംഭവം പറഞ്ഞു. അത് ചോദ്യമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ കിതാബിലുള്ള എല്ലാ ഉദ്ധരണിയും ഒന്നായിട്ട് ഇവിടെ ഉദ്ധരിക്കുകയും ഫൈസൽ മൗലവി അത് പറയുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടത് ബിലാൽ ബിൻ മുസ്ലിം എന്ന സ്വഹാബി പോയി എന്ന് വ്യക്തമായി കിതാബിലുണ്ടെങ്കിൽ അത് തെളിയിക്കാനാണ്. അത് ഇപ്പോഴും നിങ്ങൾ വായിച്ചിട്ടില്ല. നേരത്തെ പഴയ മുസ്ലിം വായിച്ചത് വലിയ ഒച്ചയിലും കുറച്ച് വാശിയോടും കൂടി വായിക്കാനല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കണില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ വായിച്ചോളി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ, വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. നമുക്ക് ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ, അവരൊക്കെ പരിഗണിക്കണം. നിങ്ങളെ വാശി തീർക്കാനുള്ള സംഗതി അല്ലത്. വാശി തീർക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു പരിപാടി വെച്ചിട്ടില്ല. നിങ്ങൾ ഇത്ര ഒച്ചയിടേണ്ട ആവശ്യമൊന്നുമില്ല. ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ചോദിച്ചാൽ മതി, നമുക്കത് പരിഗണിക്കാം. നമുക്കത് ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ വേദിയല്ലേ. അതിന് അന്നം തിന്നുന്ന കാര്യം അതേപോലെയുള്ള സംഗതികളൊന്നും പറഞ്ഞിട്ട് ഈ സദസ്സിന്റെ ഒരു മാന്യത അത് നമ്മൾ നശിപ്പിക്കണ്ട. നിങ്ങൾക്ക് അതിനപ്പുറം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, വായിക്കാനുണ്ടെങ്കിൽ വായിച്ചോളി, അല്ലെങ്കിൽ അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. വെറുതെ നമ്മൾ സമയം കളയുന്നത് ഉണ്ടെങ്കിൽ കൊടുക്കുക സ്നേഹക്കുട്ടിക്ക്. ഇടക്ക് വെച്ചിട്ട് മൈക്ക് ഓഫ് ആക്കണ പരിപാടി ഒന്ന് നിർത്തിയാൽ നന്നായിരുന്നു. അപ്പോ പറയാനുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞു വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു സൈഫിന്റെ കിതാബിലുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. ആദ്യം ഒരു കിതാബിലും കാണൂല എന്ന് പറഞ്ഞ വ്യക്തി. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആദ്യത്തെ മറുപടിയിൽ തന്നെ 5 കിതാബിന്റെ കാര്യം ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞത് ഈ നാട്ടിൽ കൂടിയ മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം ഇല്ലേ. ആദ്യത്തെ മറുപടി പറഞ്ഞു ഏതൊക്കെ കിതാബുണ്ട്, ആ കൂട്ടത്തിൽ സൈഫിന്റെ കിതാബും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങള് പിന്നെ വലത്തുനിന്ന് എഴുതിയ ഇടത്തൊക്കെ എഴുതി ഒരൊറ്റ കിതാബിലില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. മോശമാണ് ഒക്കെ. അങ്ങനെ ചെയ്യരുത്. മനസ്സിലായോ? ആര് പറഞ്ഞു? ഞാനിവിടെ ആവർത്തിച്ചത് പറയുന്നത് ഇതാരും പറഞ്ഞത് തെളിയിക്കാൻ കഴിയൂല, ഒരാളും പറഞ്ഞിട്ടില്ല എന്ന് വരുത്താനാണെന്ന് പറഞ്ഞ ആളാണായിരിക്കണം ഫൈസൽ മൗലവി. എന്നിട്ട് നിങ്ങളാ പ്രതിനിധിയായിട്ട് വന്നാണ്ട് മൂപ്പര വാക്കിന് വിശദീകരണം തന്നെ. അതുകൊണ്ട് ചോദ്യം, എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു വെച്ചപ്പോ സൈഫിന്റെ ഉദ്ധരണി വായിച്ചപ്പോ അത് വേറെ സംഭവമാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം ന്യായമാണ്. ആ സംഭവം സ്വഹീഹായ സനദ് ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കണം. മുസ്ലിം ഒരു കിതാബ് ഇല്ലാതെ കബറിന് പോയ സംഭവം അത് സൈഫിന്റെ ഇല്ലാതെ, അത് സൈഫിന്റെ ഞങ്ങൾ അങ്ങനെ സേഫ് ആവുന്നില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ലോകത്തെ ഓരോ കിതാബിലും മുസ്ലിം നിങ്ങൾ കേക്ക്, നിങ്ങൾ അങ്ങനെ ചമ്മാട് നിങ്ങൾ കഴിച്ചിട്ടേ പോയതാ, ഇവിടെ നിന്ന് വിടാൻ ഉദ്ദേശിക്കില്ല. ആ അത് ശരി, ഞാൻ വെച്ച് നന്നാവും വിചാരിച്ചു. അപ്പൊ അരിപക്ഷം തിന്നാ പോലെ അവനാണ്ട് തിന്നണം, അതാ പ്രശ്നം. ഏതായിരുന്നാലും ഞാൻ ആവത്തിൽ ലോകത്ത് ഒരൊറ്റ കിതാബിലില്ല, സൈഫിന്റെ കിതാബിലില്ല. എന്ത് ബിലാൽ ഇബ്നു ഹാരിസ് ഖബറിനെ പോയി ഇസ്തിസ്ഖാ പറഞ്ഞു എന്ന് ഒരു കിതാബിലില്ല. നിങ്ങൾ അത് അട്ടിമറിക്കണം, അത് നിർത്തിക്കളയത്. ദേശ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ എത്ര ചെയ്യും. അതുകൊണ്ട് ആവർത്തിച്ച് ഒരു സൈഫിന്റെ കിതാബിലില്ല, ലോകത്തെ ഒരു കിതാബിലുമില്ല. ബിലാൽ ഇബ്നു ഹാരിസ് മുസ്ലിം ഖബറിനെ പോയിട്ട് ഇസ്തിസ്ഖാ ഉമ്മത്തിക്ക പറഞ്ഞു എന്നില്ല. അത് നിങ്ങളും ആ കളവിനെ കൂട്ടുന്നു. ആദ്യം ഒരാളിൽ കാലിബൈൻ എന്ന് പറയുന്നതും പെട്ടു, അത്രയേ ഉള്ളൂ. അത് ലോകത്ത് ഒരു കിതാബിലില്ല. സൈഫിന്റെ കിതാബിൽ എന്താണത്? അത് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞു.
മറ്റേ മുസ്ലിം പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് സൈഫിന്റെ കിതാബിൽ ഉണ്ട്, അപ്പൊ അതൊക്കെ നിർത്തിക്കാളി മൂലരെ. അതുകൊണ്ട് സൈഫിന്റെ കിതാബിൽ എന്താ ഉള്ളത്? അവിടെയാണ് അർജുന്, ഹദീസിലല്ല. അലിഫ്ലാമും അലിഫൊക്കെ പഠിപ്പിച്ചാൽ വേണമെങ്കിൽ അർജുന് പറഞ്ഞ ഹദീസിൽ അർജുനില്ല. അവിടെ എന്താ? ജാ അർജുൻ, അവിടെ നെക്കിറാണ്. ജാ അർജുൻ, ഒരാള് വന്നതാ. ആരാള്? ആരുമാവാം. മുസ്ലിമാണോ, കാഫിറാണോ, മുനാഫിക്കാണോ, ജൂതനാണോ, ക്രിസ്ത്യാനിയാണോ, കാന്തപുരാണോ? അതാവും കാന്തപുരം അവർ അക്കാലത്തായതുകൊണ്ട് ജാ അർജുൻ, ഒരാള് വന്നു. പിന്നെ അർജുൻ മാരിഫ് എവിടെ അറിയോ? ആ മാരിഫ് കൊടുക്കുക സൈഫിന്റെ കിതാബിക്ക, ഹദീസിക്കല്ല. അവിടെ പറഞ്ഞത് അവിടെ അർജുനില്ലേ, അവിടെ അർജുന വാക്യമില്ല. പിന്നെ ഇത് കേൾക്കണം. സൈഫിന്റെ കിതാബിൽ അർജുനല്ലേ അവിടെ മാരിഫില്ല. അവിടെ എന്താണ്? പറപ്പെട്ട സ്വപ്നം കണ്ടാണ് ബിലാലാണ് എന്ന് സൈഫിന്റെ കിതാബിലുണ്ട്. അപ്പൊ അതേപോലെ സൈഫിന്റെ കിതാബ് പോയി കുറച്ച് നോക്കണം. അവിടെ എന്താണ്? ബിലാൽ ബിൻ ഹാരിസിന്റെ പേര് പറഞ്ഞിടത്ത് ഖബറിന് പോയതില്ല. ബിലാലിന്റെ പേര് പറഞ്ഞിടത്ത് ഖബറിന് പോയതില്ല. ഖബറിന് പോയത് പറഞ്ഞിട്ട് ബിലാലിന്റെ പേരുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴും അങ്ങനെ സ്ഥിരപ്പെടുന്നു. അപ്പൊ ആ കളവിൽ നിങ്ങളും പങ്കാളിയായി. ഒരു 2 മുസ്ലിയാക്കന്മാരും കൂടി ആ കളവ് പറഞ്ഞിരിക്കുന്നു. 2 മുസ്ലിയാക്കന്മാരും കളവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിയാർ ഇനി തല കുടുക്കിയിരിക്കാറില്ല. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ഇത് വായിക്കി. ബിലാൽ ബിൻ ഹാരിസ് എന്ന സ്വഹാബി വര്യന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവ് അത് തെളിയിക്കേണ്ട ബാധ്യത ഒന്ന് ധാർമ്മികമായി നിങ്ങൾക്കുണ്ട്. 2 ഈ സമൂഹത്തിന് മുമ്പിലെങ്കിലും നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിലും നാട്ടിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുന്നു. അത് സ്ഥാപിക്കാനെങ്കിലും നിങ്ങളത് വായിക്കേണ്ടതുണ്ട്. പക്ഷേ ഇനി 3ാമത്തെ ആൾ പുതിയ കിതാബ് കൊണ്ട് വന്നിട്ടുണ്ട്. 4 ദിവസം ഇത് കിട്ടില്ല. നീ എത്ര ആളുകൾ ഫോൺ വിളിച്ചു വരുത്തിലും കാര്യമില്ല. ആര് വന്നിട്ടും നിങ്ങളെ കാര്യം ഇപ്പൊ സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ബിലാൽ ബിൻ ഹാരിസ് മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തസ്ഖിലി ഉമ്മത്തിക, ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണം എന്ന് പറഞ്ഞ ഒരു കഥ, ഒരു റിപ്പോർട്ട് ഇല്ല. പിന്നെ ആരുടെ അർത്ഥത്തെ സ്വഹിയാണോ? ഈ പറഞ്ഞ ഏതും സ്വഹിയല്ല. പിന്നെ എന്തിനാ വായിച്ചറിയോ? നിങ്ങൾ കള്ളക്കഥ വായിച്ചു. അപ്പൊ ആ കള്ളക്കഥ നിങ്ങളെ കാട്ടി അത് വിളിച്ചാനാ വായിച്ചതോ കള്ളക്കഥ, അതിൽ പിന്നെയും കള്ളത്തരം. അപ്പോഴാ പറഞ്ഞ അങ്ങനെയല്ല, ഇങ്ങനെ ഉള്ളതിൽ ഇങ്ങനെയുള്ളത്. അവിടെ കാര്യം ചെയ്യാൻ ഇനിയിപ്പോ ഒക്കെ വിചാരിക്കാം. എന്നാലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വഹീന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, കാന്തപുരം മുടി കൊടുത്തു, അവിടെ മുടി ശരിയാവോ? ഇല്ലല്ലോ. സ്വഹിയായിട്ടും കാര്യമില്ല, എത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ബിലാൽ ബിൻ ഹാരിസ് മുസ്നി എന്ന സ്വഹാബി. ഇനി അതല്ല, വേറെ ഒരൊറ്റ സ്വഹാബി, വേറെ ഒരു സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി മുസ്ലിയാക്കന്മാരെ നിങ്ങൾ എവിടെയും പോയി പറയരുത്. ഏറ്റവും ചോദിക്കുക, ഒന്ന് ലേശം കിതാബൊക്കെ ഓതി പഠിക്കാൻ നോക്കുക. വെറും ഫോട്ടോസായിട്ട് മൊബൈലും കൊണ്ട് നടന്നാലും ചിലപ്പോ അതൊക്കെ ചാടും. അതൊക്കെ ഒഴിവാക്കി ലേശം കിതാബൊക്കെ ഓതി പഠിച്ചാൽ സംഗതി കുറച്ചുകൂടെ മെച്ചപ്പെടും. അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ കളവ് ആവർത്തിക്കരുത്. സൈഫിന്റെ കിതാബിലും ഇല്ല, ഫതുൽ ബാരിയിലും ഇല്ല, ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലും ഇല്ല, ഇബ്നു കസീറിന്റെ ബിദായയിലും ഇല്ല, സൈഫിന്റെ ഫുതൂഹ് വൽഹിദയിലും ഇല്ല. അങ്ങനെ ഒരു കിതാബിലും ഇല്ല. ബിലാൽ ബിൻ ഹാരിസ് മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് ഇസ്തസ്ഖിലി ഉമ്മത്തിക, ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണം എന്ന് പറഞ്ഞ ഒരു സംഭവം എവിടെയും ഉദ്ധരിക്കപ്പെടുന്നില്ല. ബിലാലിന്റെ പേര് പറഞ്ഞിടത്ത് സ്വപ്നം കണ്ടതേ ഉള്ളൂ. ഖബറിൽ പോയത് പറഞ്ഞിടത്ത് റജുലുൻ, ഒരാൾ പോയി എന്നേ ഉള്ളൂ, ബിലാൽ എന്നില്ല. പിന്നെ സ്വപ്നം കണ്ടാൽ ബിലാലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 സ്വപ്നം ഒന്നല്ലേ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു സ്വപ്നം എത്രക്കും കാണാലോ, നീ കണ്ടോ ഇല്ലാതെ അയാൾ ചോദിച്ചാൽ നമുക്കറിയില്ലല്ലോ. സ്വപ്നം കണ്ട ആൾ പറയണ്ട, കണ്ട ആളെ പിടുത്തം കിട്ടണ്ടേ? കണ്ട ആള് പറഞ്ഞ കണ്ടോ ഇല്ലെന്ന്, കണ്ടതാരാ അതിനെ പിടുത്തില്ല. ബിലാലിന്റെ പേര് വളർത്തോ ഖബറിന് പോയതില്ലതാനും. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ആ തട്ടിപ്പ് ശരിയല്ല, അതും ശരിയായി പോയില്ല. ഇങ്ങനത്തെ ഒരു വേദിയിൽ വന്നിട്ട്, ഒരു ദീനിന്റെ ചർച്ചയിൽ മജ്‌ലിസിൽ വന്നിട്ട് ഈ വക കളവ് ഇത്ര പച്ച തലീക്കെട്ടിൽ നിങ്ങൾ കഴിച്ചു വേഷമായി സാധാരണ വല്ല പോലെ വരികയാണെങ്കിൽ അത്ര പ്രശ്നം ചെയ്യുന്നു. ഈ വേഷത്തിൽ തന്നെ വന്നിട്ട് ഇത്ര പച്ച കളവ് നിങ്ങൾക്ക് പിടികൂടിയിട്ടും കൂടി ഇങ്ങനെ പച്ചയായി നിങ്ങൾ കളവെന്ന് പറയുമ്പോ ഏറ്റവും ചെയ്യുന്ന ഇപ്പോഴത്തെ നാടന്മാരൊക്കെ പള്ളിക്കമ്മറ്റിക്കാരും മഹല്ലും നിങ്ങളൊക്കെ ബഹുമാനിക്കുന്നവരും നിങ്ങളെപ്പോലത്തെ മൂലമായി ചോറ് കൊടുക്കുന്നതും നിങ്ങൾക്ക് ആരോഗ്യ പഠിച്ചത് എന്തിനാ പറ്റുന്ന പറഞ്ഞ് തീറ്റിപ്പോറ്റുന്നത് എന്ന് ഒരാൾ ആലോചിച്ചാൽ അയാൾ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം നിങ്ങൾ അള്ളാഹുവിനോട് തേടാൻ, റബ്ബിനോട് ഇസ്തിഗാസ ചെയ്യാൻ, റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാണ്. ഇങ്ങനെ അവിടെ കള്ളക്കാതെയും ഏതെങ്കിലും ഒരാൾ പോയതും ഒരാൾ അങ്ങനെ ചെയ്യണമെങ്കിലും അയാളങ്ങനെ ചെയ്തോട്ടൊക്കെ നമുക്ക് എന്നുള്ള കാര്യമുള്ളത്. ഒരാൾ കബറിൽ അങ്ങനെ ചെയ്തു വിചാരിക്കാം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതാണ് ഇസ്ലാമിലെ പ്രമാണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തിനും പറഞ്ഞു റബ്ബിനോടെ തേടാവൂ, അള്ളാഹിനോടെ തേടാവൂ, റബ്ബിനോടെ പ്രാർത്ഥിക്കാവൂ, മറ്റാരോടും തേടാൻ പാടില്ല. എത്ര സ്ഥലത്ത് ഈ ആയത്തൊക്കെ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് ആകുള്ളത് എന്താ? ഒരാൾ അവിടെ പോയി ഇങ്ങനെ പറഞ്ഞു അയാളുടെ പോയിക്കോട്ടേക്ക് എന്നല്ല പറഞ്ഞത്. ഒരാൾ പോയി ചെയ്തെങ്കിൽ അത് ചെയ്തോട്ടെ, അതിന് പോയി കിതാബിലുണ്ടായിക്കോട്ടെ. അള്ളാഹിന്റെ കിതാബിൽ ഇപ്പോൾ 100 കണക്കിന് ആയത്ത് അള്ളാഹിനോട് തേടാവൂ. അപ്പൊ ഈ കിതാബിൽ അയാളുടെ പോയില്ലേ, അത് പോയിക്കോട്ടെ, അയാൾക്ക് പോയിന്നല്ല നമുക്ക് എന്താണത്? അതുകൊണ്ട് മുസ്ലിം അതൊന്നുമല്ല ഇസ്ലാമിൽ പ്രമാണം. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അശ്വരീ ത്വരീഖത്ത് സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് മുതവാത്തിർ ഹദീസ് പറഞ്ഞ അഖിലു സ്ഥലപ്പെടാം.
മുത്തവാത്തിർ വേണം അക്കീദ സ്ഥലപ്പെടാനാണ്. പിന്നെ അങ്ങനത്തെ നിങ്ങളപ്പോ ഈ കഥയും കൊണ്ട് വരുന്നത് അതൊന്നും ശരിയായില്ല മുസ്ലിം. അതുകൊണ്ട് മാന്യമായി പറയുന്നു, നിങ്ങൾ ഏറ്റവും ചെയ്യുക ആത്മാർത്ഥമായി ഒന്ന് ചെന്നതിന് ശേഷമെങ്കിലും അന്വേഷിക്കുക. ഇപ്പം നൽകാൻ ഒച്ചപ്പാടൊക്കെ ജയിച്ചോടി കുഴപ്പമൊന്നുമില്ല. ഇനി ഒച്ചണ്ടാക്കിക്കോടി, മൈക്കെടുത്തോടി, ഇനി ഒച്ചപ്പാടും പടക്കെ കൂട്ടിക്കോടി, അതൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷേ നിങ്ങൾ പോയിട്ടൊന്ന് ആലോചിക്കുക, നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ ഇപ്പൊ അതിന് കളവാണെങ്കിലും മനസ്സിലായാൽ ബാക്കി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നായി നമ്മൾ കണക്കൂട്ടിയാൽ മതി. അല്ലാഹു പഠിച്ച എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുവാണ്. നിങ്ങൾ ആ തേനിലൂട്ടിയ വർത്താനം കൊണ്ടൊന്നും വിഷയം തീരുമാനമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ വലിയ സംഭവമായിട്ട് തഹ്കീക്കായിട്ട് ഇങ്ങനെ മണിമുത്ത് പോലെ വിശദീകരിച്ച സംഭവം. ഇപ്പൊ മൂപ്പര സംഭവം കള്ളക്കഥയാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? കള്ളക്കഥയാണ്. ഇപ്പൊ പെടുന്നു കണ്ടപ്പോ കൊല്ലിക്ക് പിടുത്താൻ വരുന്നുണ്ടപ്പോ കള്ളക്കഥയാണ്. ഒഴിഞ്ഞു മാറാ. ഞാൻ പറയുന്നു അലിഫിലാം നിങ്ങൾ ഒന്നും പഠിച്ചില്ല. എത്ര നേരം ഒരു മിനിറ്റ്, നിങ്ങൾ തട്ടിപ്പാന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. അതെനിക്ക് പഠിഞ്ഞു പോകും. അതവിടെ എല്ലാവർക്കും പഠിച്ചു. വേറെ ഒന്നും പഠിക്കുന്ന ആവശ്യമില്ല. മൂലമാ തട്ടിപ്പാന്ന് പറഞ്ഞാൽ തന്നെ സമൂഹം രക്ഷപ്പെടും. ബാക്കി അലിഫ്ലാം ഒന്നും പഠിക്കുന്ന കാര്യമില്ല. ഒരു അലിഫ്ലാമും പഠിച്ചില്ലെങ്കിലും ഒരു അക്ഷരം വായിക്കുന്നെങ്കിലും ഇങ്ങനെ പോലത്തെ മനുഷ്യന്മാർ നമ്മൾ നരകത്ത് കൊണ്ടുപോകാൻ പഠിഞ്ഞാണ്ടല്ലോ ഈ ഉമ്മത്ത് ബാക്കി പഠിച്ചോളൂ. ഇത് കള്ളക്കഥനാണ്. ബിലാൽ ഇബ്നു ഹാരിസ് ഖബറിനെ പോയി എന്നത് കള്ളക്കഥനാണ്. നിങ്ങൾ മാത്രം പറഞ്ഞു, വേറെ എവിടില്ല, വേറെ എവിടില്ല. നിങ്ങളെപ്പോലത്തെ മുസ്ലിയാക്കന്മാര് മാത്രം പറഞ്ഞ ലോകത്ത് ഒരു കിതാബിലില്ല. നിങ്ങളെ മകൻ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ അത് കള്ളക്കഥ പറഞ്ഞ അത് കള്ളക്കഥനാണ്. ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി അല്ലാഹു റസൂലിനെ ഖബറിനെ ചെന്ന് ഇസ്തസ്ഖിരി ഉമ്മത്തിക എന്ന് പറഞ്ഞു വന്നത് കള്ളക്കഥ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും കിതാബിൽ വായിക്കാത്ത കാലത്തോളം അത് അങ്ങനെ തന്നെ നിൽക്കും. ഇനി പറഞ്ഞു ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഈ 6 ഇമാമിങ്ങൾ പറഞ്ഞു ആർക്കും ഈ ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കുന്നു. ഇവിടെ ഫത്ഹുൽ ബാരി വളരെ വ്യക്തമായി പറഞ്ഞില്ലേ? ഫത്ഹുൽ ബാരി പറഞ്ഞത് ഇബാറത്ത് അറബി ഇബാറത്ത് അറിയണം. ഫത്ഹുൽ ഓതുമ്പോ തന്നെ ചാടലല്ല. ഞങ്ങൾ ഓതി പഠിക്കണില്ല അറിഞ്ഞുകളി. നിങ്ങളെ അവസ്ഥകൾ ചിന്തിക്കണം, എന്നിട്ട് പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു റജുല് വന്നു, എന്നിട്ട് ഇസ്തസ്ഖിരി ഉമ്മത്തിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ആ റജുലിന്റെ അടുക്കലേക്ക് ചെല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയാണ് ആ സ്വപ്നം കണ്ട വ്യക്തി അത് ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നിയാണെന്ന് പറഞ്ഞ മൗലവി ഈ അറബി ഇബാറത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ജനങ്ങളെ പറ്റിക്കുമ്പോ ഈ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് വിചാരിക്കണം എന്തിനാ ഈ മൗലവിക്ക് ഞങ്ങൾ തിന്നാൻ കൊടുക്കണെന്ന് ചിന്തിച്ചാല് എത്ര പേർക്കാണുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് ആർക്കും തിരിയില്ലേ? എനിക്കിപ്പോ ആരും തിന്നാൻ പറ്റില്ല. നയിച്ചും നിങ്ങളെ മഴയില്ല. അത് ശരി. നിങ്ങളെ മഴ ഇന്ന് രാവിലെ 9-4 വരെ പഠിപ്പിച്ചിട്ടായി വരുന്നത്. നയിച്ചിട്ട് വന്നത് അവിടെ തന്നെ കഴിവ്. മുസ്ലിയാരെ അമ്മയ്ക്ക് മഴ തിന്നാൻ തരുന്നില്ല. നമ്മൾ മര്യാദക്ക് ജോലി എടുത്തിട്ട് എല്ലാ ദിവസവും പോയി ഒപ്പിട്ട് പണിയെടുത്തിട്ട് 1-ാം തീയതി വന്നാൽ ശമ്പളം വാങ്ങിപ്പോല. അത് ശരി. അവിടെ പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവിടെ മുസ്ലിയാരെ പ്രതീക്ഷ ഉണ്ട്, നല്ലതാണ്, ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇതിനപ്പുറം പറഞ്ഞില്ലല്ലോ, ഇതിനപ്പുറത്തോളം പറയില്ലല്ലോ. ഇബാദത്തല്ലേ ഉള്ളൂ, ആയിക്കോട്ടെ. ഇബാദത്ത് ആർക്കാ തിരിയാ, ആരാ കണ്ടത്, ആർക്കാ കിതാബൊക്കെ എല്ലാവർക്കും മനുഷ്യമാക്കി തിരിഞ്ഞാണല്ലോ. അത്രേ ആവശ്യമുള്ളൂ. ഞാൻ അത് കോപ്പിയെങ്കിലും എൻ്റെ അടുത്ത് അതുമില്ല. അപ്പൊ മനുഷ്യമാക്കി തിരിയാണ് ഇതിപ്പോ ഇബാദത്ത് ആയിക്കോട്ടെ. നമുക്കൊന്നും ഞങ്ങൾ ആദ്യം പറയാ എനിക്കൊരു അറിവില്ല, ഒരു അറിവുമില്ല. ഞാൻ വല്ല ആയാലുമില്ല, ഒന്നുമല്ല. അങ്ങനത്തെ ഇൽമേ എനിക്കില്ല, അങ്ങനെ തോന്നലില്ല. പഠിച്ചോ തോന്നൽ തലവെക്കട്ടെ. ഇൽമില്ല ഞാൻ പറഞ്ഞത്, ഇൽമില്ല. പക്ഷെ നിങ്ങൾ തട്ടിപ്പാന്നല്ല ഇൽമുണ്ട്, അതുണ്ട്. നിങ്ങൾ തട്ടിപ്പാൻ ഇൽമുണ്ട്. അതിപ്പോ ഈ നാട്ടിൽ കൂടെ ഉണ്ടായി. മറ്റു പണ്ട് മുജാഹിദീൻക്കരുള്ളൂ, ഇപ്പൊ സുന്നിയാക്ക് മനസ്സിലായി മൂലമ തട്ടിപ്പാന്ന്. അത്രേ ഉള്ളൂ. ആ ഇൽമ മതി ബാക്കി രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ആ ഫത്ഹുൽ ബാരി എങ്ങനെ തിരിച്ചും മറിച്ചും വായിച്ചിട്ടും കാര്യമില്ല. ഈ പല 5 കിതാബായി ഏത് കിതാബ് എടുത്താലും ഞാൻ അപ്പത്തെ 6-ാമത് ഞാൻ പറഞ്ഞു സുബിക്കിന്റെ ഷിഫാഉസ്സഖാം എടുത്തോളി. സുബിക്കിന്റെ ഷിഫാഉസ്സഖാം എടുത്തോളി കിതാബിൽ ഞാൻ തരവേണ്ട കിതാബ് അതെടുത്തോളി. എവിടെയെങ്കിലും ഉണ്ടോ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി ഖബറിനെ പോയിന്നുണ്ടോ? അതല്ലേ കാണിക്കേണ്ടത്. ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി ഖബറിനെ പോയി എന്ന് കിതാബിലുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കി. ഇല്ല നിങ്ങൾ പറയാൻ പാടില്ല. സ്വപ്നം കണ്ടാൽ ബിലാൽ കിതാബിലുണ്ടാവുക പറഞ്ഞോളി, കുഴപ്പമില്ല. സ്വപ്നം കണ്ടാൽ ബിലാലാണ് കിതാബിലുണ്ട് അത് പറഞ്ഞോളി. ഒരാൾ ഖബറിനെ പോയി എന്നുണ്ട് കിതാബിൽ അത് നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ ബിലാൽ ഇബ്നു ഹാരിസ് എന്ന സ്വഹാബി ഖബറിനെ പോയി എന്ന് ലോകത്തൊരു കിതാബിലില്ല. എനിക്കിപ്പോ കൂടുതൽ ബോധ്യപ്പെടാം. ഇല്ല കാരണം എവിടെയെങ്കിലും നിങ്ങൾ പോയി വായിക്കൂലെ? നിങ്ങൾ ആർക്കെല്ലാം വിളിച്ചു നോക്കുന്നുണ്ട്, ഏതെല്ലാം കുറിച്ച് അടിച്ചു നോക്കുന്നുണ്ട്, ഗൂഗിളിലും മറ്റൊക്കെ കിട്ടുന്നില്ലല്ലോ. എവിടെല്ലാം അടിച്ചു നോക്കിയപ്പോൾ കിട്ടണ്ടേ? ഇല്ല, കിട്ടൂല. ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ഉണ്ടെങ്കിലേ കിട്ടുക. അവിടെ മുസ്ലിയാർ ഇഞ്ഞ വാശി വിട്ടാറി ഞങ്ങളപ്പം ലോകത്തൊരു കിതാബിലും ഇല്ല. അതുകൊണ്ട് അള്ളാന്റെ കിതാബിക്ക് മടങ്ങിക്കോളി. അള്ളാന്റെ കിതാബ് ഇപ്പം എന്താണ്? അള്ളാനോട് തേടിക്കോളി, അബ്ബനോട് തേടിക്കോളി. അവനോട് തേടാവൂ. അബ്ബല്ലാത്ത ആരോട് തേടിയാലും കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും ഉത്തരം ചെയ്യുകയുമില്ല. ഇത് നബിക്കും ബാധകമാണ്, എല്ലാ അമ്പിയായാലും ബാധകമാണ്, ഇത് ഔലിയാവിനും ബാധകമാണ്, ഇത് ശുഹദാവിനും ബാധകമാണ്, ഇത് സ്വാലിഹിനും ബാധകമാണ്, ഇത് ജിന്നിനും ബാധകമാണ്, ഇത് മലക്കിനും ബാധകമാണ്, ഇത് ഇൻസിനും ബാധകമാണ്, എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് അള്ളാഹുവോട് തേടുക, അതാ ഖൈർ.
മറ്റേ ഈ വക കഥ ഉണ്ടാക്കിയിട്ട്